ലോകം കേരളത്തെയും പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ് ടൂറിസം. ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സംരംഭത്തിൽ ഏതു തരത്തിലാണ് വളരെ മനോഹരമായി കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത്. വരാൻ പോകുന്ന ദിനങ്ങളിൽ കേരളത്തിലൊരു മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന സന്ദർഭം കൂടിയാണ് ഇത്. വളരെ നന്നായിട്ടാണ് ഈ അവസരത്തിൽ ഓണം ആഘോഷിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്ന എല്ലാവരും ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാത്ത സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. കോർപ്പറേഷന്റെ മേയർ എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിൽക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ വൈദഗ്ധ്യത്തോടെ ഈ ഓണാഘോഷം സംഘടിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വിഷ്ണുനാഥ് KSU യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു വിഷ്ണുനാഥ് ടച്ച് ഉണ്ടായിരുന്നു. എന്തായാലും ടൂറിസം വാരാഘോഷവും ആരംഭിച്ചത് വിഷ്ണു പാട്ട് പാടിക്കൊണ്ടാണെന്നുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള സന്തോഷം കൂടിയുണ്ട്. കഴിഞ്ഞ 2-3 മാസമായി തുടർച്ചയായി മീറ്റിങ്ങുകളായിരുന്നു. ഞാൻ ഇന്നും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വരുന്ന ജനങ്ങളുടെ സമാധാനമായി സന്തോഷമായി ആഘോഷിക്കുവാൻ വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ കഴിഞ്ഞാണ് വരുന്നത്. ഇനി രാത്രി 1-2 കാര്യങ്ങളിലൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എനിക്കൊരു അപേക്ഷയുള്ളത് 6-8-10 ദിവസം നീണ്ടു നിൽക്കുകയാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയാതെയും പരമാവധി ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടും പോയാൽ മാത്രമേ നമ്മുടെ ബാധ്യതകൾ കുറയുകയുള്ളൂ, നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഓണത്തിന് വരുന്നവരൊന്നും തെരുവുനായ്ക്കളൊന്നും ആക്രമിക്കാതെ പിടിക്കുവാൻ വേണ്ടി രാത്രിയും പകലും ഒക്കെ തന്നെ പ്രത്യേക സ്ക്വാഡൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ഘടകങ്ങളും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോവുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും മനോഹരമായ ഓണാശംസകൾ അർപ്പിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.